ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് പനീർ കൊണ്ട് ഒരു റെസിപ്പി നോക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1-2 ക്യാപ്സിക്കം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച പനീറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ തൈര് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത പനീറും വെജിറ്റബിൾസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ പനീർ ഉടഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ 2 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയ ജീരകവും പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാറ്റി വെച്ചിരുന്ന തൈരും മിക്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ അത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത പനീർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല. ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പനീർ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.